ആ സ്ത്രീയുടെ ഒരൊറ്റയാൾ പട്ടാളം അവരുടെ കൺവിക്ഷന്റെയും കറേജിന്റെയും ഫൈറ്റാണ് ഈ സെക്സ്വൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രോഹിബിഷൻ റിഡ്രസൽ ആക്ട് എന്നുള്ള ഒരു ആക്ടിന് രൂപം കൊടുക്കാനുള്ള കാര്യം. ഈ ഇന്റേണൽ കമ്മിറ്റി ഈ അമ്മയിലോ അല്ലെങ്കിൽ ഈ സിനിമാ രംഗത്തോ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അത് ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു നീതി നിഷേധം ഉണ്ടായാൽ യെസ് they can approach a court or a tribunal. But ആ എഗ്രിമെന്റ് വെക്കാതെ ഒരു സിനിമയിൽ ആരെയും പങ്കെടുപ്പിക്കാൻ പാടില്ല. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ICC വേണോ, പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവരെ ബലാത്സംഗം ചെയ്തു എന്നുള്ള തെളിവ് വേണ്ട. അപ്പോ അന്നാണ് ഈ സെക്സ്വൽ ഹരാസ്മെന്റ് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ്വൽ ഹരാസ്മെന്റ് സുപ്രീം കോടതി 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഫിസിക്കൽ കോൺടാക്ട് ഓർ അഡ്വാൻസസ്, 2 റിക്വസ്റ്റ് ഓർ ഡിമാൻഡ് ഫോർ എ സെക്സ്വൽ ഫേവർ, 3 ഷോയിങ് പോർണോഗ്രാഫി, 4 സെക്സ്വലി കളർഡ് റിമാർക്ക്, 5 അത് ഈ 5ാമത്തെ ആണ് ഈ സെക്സ്വൽ ഹരാസ്മെന്റ് ആക്ടിന് ഒരു വൈഡ് റേഞ്ച് കൊടുക്കുന്നത്. ആ 5ാമത്തേത് 354A സെക്സ്വൽ ഹരാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ബോർഡ് ഫോർ സെക്സ്വൽ ഹരാസ്മെന്റിൽ IPC ഇല്ല. അപ്പൊ കമ്മിറ്റി ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും. എംപ്ലോയർ പറഞ്ഞേ കമ്മിറ്റി ഇതെന്തത് ഇച്ചിരി കഷ്ടമായി പോയല്ലോ, ടെർമിനേഷന്റെ ആവശ്യമൊന്നുമില്ല, അയാളുടെ ഒരു 4 ഇൻക്രിമെന്റ് കട്ട് ചെയ്താൽ പോരെ. അപ്പൊ എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ അങ്ങനെ 4 ഇൻക്രിമെന്റ് കട്ട് ചെയ്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ഇവിടെ ഒന്നും പറയുന്നില്ല, എംപ്ലോയറോടും പറയുന്നില്ല, ICയിലും പറയുന്നില്ല. നേരെ പോയി പോലീസിൽ ഭർത്താവിനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ചെയ്തു. ചോദ്യം, അത് നിയമവിരുദ്ധമാണോ? ചോദ്യം 2, അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്നറിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എൻക്വയറി നിർത്തണോ? Great Leap, encouraging employment values.